ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തെ ചോറ് ഞാൻ ചൂടാക്കി വെച്ചു. അതുപോലെ തന്നെ പയറും മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ചായ അനത്തണമെന്ന്. അപ്പോൾ ഞാൻ ചായ അനത്താനായിട്ട് പാലും വെള്ളവും കൂടെ വെച്ചു. ഉച്ച സമയമാണ്, സമയം 12 മണിയായപ്പോൾ അമ്മയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞു. ഇത്രയും ചായ പാതിരാത്രിയിൽ അമ്മയ്ക്ക് ചായ കൊടുത്താൽ അമ്മ കുടിച്ചോളൂ. അതുകൊണ്ട് ചായ അനത്താനെ കൊണ്ട് ഞാൻ വെള്ളവും പാലും കൂടെ വെച്ചു. ഫോണ് എടുത്ത് വെച്ച് എനിക്ക് വീഡിയോ പിടിക്കാനുള്ള ഒരു സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ചായ വെച്ചേക്കുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ഫോൺ എടുത്ത് കൊണ്ട് വീഡിയോ ഈ എന്നാ പറയുന്നത് ചായ അനത്തുന്നത് കാണിച്ചെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ എടുത്തത്. കൂട്ടുകാരെല്ലാം ക്ഷമിക്കാമല്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയാണ് എൻ്റെ വീഡിയോ പോകുന്നത്. എല്ലാവരും ക്ഷമിക്കണേ. അങ്ങനെ നട്ടുച്ച നേരത്തെ ഞാനൊരു ചായയും അനത്തി. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ വാങ്ങി അമ്മയ്ക്ക് ഒഴിച്ചു കൊടുക്കും. അമ്മയ്ക്ക് ചായ ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇനി അതുകൊണ്ട് ഇപ്പം ചോറ് കഴിക്കില്ല. ഈ ചായ കുടിച്ച് എപ്പോഴേലും ഇനിയും കഴിക്കുന്നത്. മെഴുക്ക് പുരട്ടി ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും, എനിക്ക് ഉപ്പ് മേടിച്ചതില്ലായിരുന്നേ, ഞാൻ ഉപ്പ് കല്ലായിരുന്നു. ഇത് സ്വല്പം ഉപ്പ് നീര് ഞാൻ അങ്ങോട്ട് ചേർക്കുകയാണ്. വെള്ളം അങ്ങോട്ട് ഉപ്പ് പൊടിയല്ലാതെ ഉപ്പ് കല്ല് ഇടുന്ന അറിയത്തില്ല. ഉപ്പുനീര് ഒഴിച്ചാലും ശരിയാകുമോയെന്നറിയത്തില്ല. ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ഏകദേശം മൂക്കുമ്പോൾ ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ ചതച്ച് വെച്ച മുളക് കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ ഒരു വെളുത്തുള്ളി അല്ലി പിന്നെ ചുവന്നുള്ളിയും കൂടെ ചതച്ച് ഇങ്ങോട്ടിട്ട് കൊടുക്കും. അങ്ങനെ എൻ്റെ മെഴുക്ക് പുരട്ടി ഇന്നത്തെ ഇവിടെ തയ്യാറാകും. ഇത്രയും ചോറ് ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതങ്ങ് ചൂടാക്കി. ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാനുള്ള ചോറ് ഇരിപ്പുണ്ട്. പിന്നെ വൈകിട്ടത്തേക്ക് ഞാൻ ചക്ക ഇവിടെ ഉണ്ട്. ചക്ക പറിച്ച് വേവിക്കും. അത് മതിയാകുമല്ലോ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതിയാകും. നമ്മളെ ചെറിയ വീട്, ചെറിയ വീട്ടുകാർ, വലിയ ആഡംബരമായിട്ടുള്ള ജീവിതമൊന്നും നമുക്കില്ല. ഇതൊക്കെ ധാരാളം മതി ഞങ്ങൾക്ക്. ഞങ്ങളിങ്ങനെയൊക്കെയാണ്. പിന്നെ മോരുകറി ഇരിപ്പുണ്ട്. ഇത്രയും മോരുകറി ഇരിപ്പുള്ളൂ, അത് മതിയാകും. ഇന്നലെ കൂട്ടിയതിൻ്റെ ബാക്കിയാണ്. എൻ്റെ ഫോൺ തകരാറിലായെന്നാണ് തോന്നുന്ന കൂട്ടുകാർ. ഇടയ്ക്ക് വരുമ്പോൾ ഇതിൻ്റെ ലൈറ്റൊക്കെ ഓഫാകുമോ. പിന്നെ ചിക്കൻ ഇരിപ്പുണ്ട്. ചിക്കൻ കറി വയ്ക്കണം. അങ്ങനെ അമ്മയ്ക്ക് ചായ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് മിച്ചം കുറച്ച് ചായ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനും ഒഴിച്ച് കുടിച്ചു. അമ്മയെ പഴി പറഞ്ഞിട്ടാ ഞാൻ ഇതിൻ്റെ ആശയട്ടി. നട്ടുച്ചയ്ക്ക് ചായ കുടിക്കുന്ന കൂട്ടുകാരുണ്ടോ? പ്രസവിച്ച് കിടക്കല്ലേ. ഇതിവിടെ പ്രസവിക്കുന്ന ലക്ഷണമുണ്ട്. ഇതിവിടെ പ്രസവിച്ച് കിടക്കുന്ന ലക്ഷണമുണ്ട്. ഓടി എണീറ്റ്. അമ്മ വയ്യാഞ്ഞിട്ടാന്നല്ലേ. ഇനി കുഞ്ഞുങ്ങളെ പറക്കണം. കുഞ്ഞുങ്ങളെ ഇനി പറക്കേണ്ടി വരും. ഇവിടെ കാണാൻ കയറി പ്രസവിക്കാനുള്ള പരിപാടിയാണ്. തെരുവ് പൊട്ടിയാ കൂട്ടുകാരെ. ഇവിടെ ഒരു പട്ടിക്കുഞ്ഞായിട്ട് അത് വന്നതാ. ഇവിടെ ഇങ്ങനെ ഈ ചുറ്റുപാട് ഇങ്ങനെ നടക്കും. ആരോ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് വിട്ടതാ. അത് പിന്നെ വളർന്ന് വലുതായി ഈ ചുറ്റുപാട് മൊത്തം ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം കുഞ്ഞുങ്ങളുണ്ടാകാൻ തയ്യാറായിട്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനെ ഈ വീടുകളിൽ ആരോ ഒക്കെയോ ആ കുഞ്ഞുങ്ങളെ എടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഈ തള്ളെ ആരും ഒന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല, ഒരു ശല്യം ഒന്നുമില്ല. ഇത് ഇങ്ങനെ
ഈ ചുറ്റുപാടുമുള്ള വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമല്ലോ. ഇത് ചെയ്യാൻ ഇവിടെ കാണും പ്രസവിച്ച് കിടക്കുമെന്ന് പേടിയാണ്. കുഞ്ഞുങ്ങളെ പറക്കാൻ വയ്യ. എന്ത് ചെയ്യാനാണെന്ന് പറ. ദോഷം കൂടെ അല്ലേ കുഞ്ഞുങ്ങളെ പറക്കിക്കൊണ്ട് കളയുന്നു. ചിക്കനൊക്കെ കഴുകി വെച്ചു. ഇനിയും ചിക്കന് മസാലയൊക്കെ ചേർക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഉപ്പ് പൊടി ഇല്ലായിരുന്നു, ഉപ്പ് കല്ലായിട്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നീരുണ്ടാക്കി ഒഴിക്കാനായിട്ട് പോവുകയാണ്. ഉപ്പിട്ട് കുറച്ച് ഉപ്പെടുത്ത് ഒരു കുപ്പിയിൽ കുറച്ച് ഉപ്പെടുത്ത് ഇളക്കി നീരാക്കാൻ പോകും. എനിക്ക് ഉപ്പ് നീര് എത്ര വശമില്ല, എത്ര വേണമെന്ന് ഒഴിക്കാം. പിന്നെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. അതിന് മസാലകളൊക്കെ ഇടുക. ചിക്കൻ മസാല കുറച്ചിട്ടു, കുറച്ച് കുരുമുളക് പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഒഴിച്ചു. ഇനി വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നാരങ്ങ നീര്, ഇത്ര ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കുകയാണ്. മസാലയെല്ലാം പിടിച്ച് കഴിഞ്ഞ ശേഷം ചിക്കൻ കറി റെഡിയാകും. മസാലയെല്ലാം പിടിക്കട്ടെ. ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനിയും കുറേ ക്ലീനിങ്, പെരയ്ക്കാവൊക്കെ തുടയ്ക്കാനുണ്ട്, തൂക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് പോവുകയാണ്. റോഡ് പണി ആയതുകൊണ്ട് ആകെപ്പാടെ പൊടി തെറിച്ചിരിക്കുക. പല പ്രാവശ്യം തുടച്ചതിൻ്റെ വൃത്തിയാകത്തുള്ളൂ. ഇത്രയ്ക്ക് ഇതായിട്ടിരിക്കുക. കൂട്ടുകാരെ, നിങ്ങളെ അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവർ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. എല്ലാവരുടെയും സ്നേഹങ്ങൾക്കും വീഡിയോ കണ്ട് സഹകരിക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.